ഇതിനെത്ര? 300 രൂപ. 100 രൂപയ്ക്ക് തരുമോ? ഇതിനിപ്പോ എന്തിനാ ഇത്ര ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ 200 രൂപയ്ക്ക് ചോദിച്ചിട്ടേ ആ ബുക്ക് എനിക്ക് തന്നില്ല. നിങ്ങൾ 100 രൂപയ്ക്ക് തരുമോന്ന് ചോദിച്ചത് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയതാ. കുട്ടിക്ക് തരില്ലെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചിലപ്പോ തന്നാലോ? കിട്ടിയ സന്തോഷം, എന്നാ വാങ്ങിച്ചോ. ഫൈനൽ ഒരു എമൗണ്ട് പറയും. 300 രൂപ കുറച്ചൊന്നും കിട്ടില്ലെന്നേ. എന്നാ അവിടെ ഇരിക്കട്ടെ. ഹലോ, ഈ ടിക്കറ്റ് കുട്ടിയുടെ അല്ലേ? അതെ, എന്റേതാ. താങ്ക്സ്. ബുക്ക് കടയിൽ വെച്ച് മറന്നുപോയതാ. ആ പുസ്തകം കുട്ടിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? അതെ, നാളെ എക്സാമിന് എനിക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാ. ഓ, IAS-ഓ? അപ്പോൾ അത് വാങ്ങിക്കേണ്ടതല്ലേ? വാങ്ങിക്കുമായിരുന്നു, പക്ഷെ 300 രൂപയിൽ കുറച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ശരി, 200 രൂപയ്ക്ക് വാങ്ങാൻ കുട്ടി റെഡിയാണോ? ആ ശരി, 200 രൂപ. ഞാൻ പോയി വാങ്ങിട്ട് വരാം. കുട്ടി അകത്തിരുന്നോ, ഞാൻ പുസ്തകം വാങ്ങിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇതാ പുസ്തകം. ഞാൻ അത്രയും കെഞ്ചി ചോദിച്ചിട്ട് തന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയേ? ഇതാണ് എൻ്റെ ഒരു ടാലന്റ്. അതൊക്കെ വിട്. ഇത് കുട്ടിക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞില്ലേ, നന്നായിട്ട് പഠിക്ക്. അതുകൊണ്ട് ഉറക്കൊഴിഞ്ഞ് പഠിക്കണ്ട കേട്ടോ, നാളെ എക്സാമിന് ഉറങ്ങിപ്പോകും. അത് കുട്ടി ഉറങ്ങയല്ലേ, ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നതാ. നിങ്ങളെ ബുക്ക് ചുമ്മാ നോക്കുന്ന പോലെ തോന്നിയില്ലല്ലോ. ഞാനും IAS എക്സാം എഴുതാൻ വേണ്ടി പോവാ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നിട്ടെന്താ ഇക്കാര്യം എന്നോട് പറയാതിരുന്നേ? കുട്ടിയല്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞേ, അതുകൊണ്ടാ പറയാതിരുന്നത്. എൻ്റെ അച്ഛൻ കളക്ടർ ഓഫീസിലെ പ്യൂണായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ IAS-ന് പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുക. അന്നാണ് ഈ തീരുമാനം എടുത്തത്, ഈ വിഷയത്തെക്കുറിച്ച് ആരോടും പറയണ്ടെന്ന്. IAS നേടുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എനിക്കൊന്നും ഇത്രയും കാശ് കൊടുത്തത് വാങ്ങിക്കാൻ പറ്റില്ല. ആ ബുക്ക് സ്റ്റാളിൽ വെച്ച് കുട്ടി പഠിക്കാൻ ഈ ബുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കുട്ടി ഉറങ്ങുന്ന നേരത്തെങ്കിലും ഒന്ന് പഠിക്കാമെന്ന് കരുതി കുട്ടി തന്ന 200 രൂപയും എൻ്റെ കയ്യിലിരുന്ന് 100 രൂപയും കൊടുത്ത് ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ കുട്ടി എഴുന്നേറ്റല്ലോ, കുട്ടി പഠിച്ചോളൂ. സാരില്ല, ഇപ്പൊ വേണ്ട, നിങ്ങൾ പഠിച്ചോളൂ. താങ്ക് യു. ഹലോ, എഴുന്നേക്ക്. നേരം വെളുത്തു. നന്നായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് വന്നോ? അതോ, അവിടെ പോയി റെഡി ആവണമെങ്കിലേ അവിടെ റൂം എടുക്കണ്ടേ. റൂമിന് പിന്നെ അനാവശ്യ ചെലവ്, അതുകൊണ്ടാണ് ഇവിടെ തന്നെ റെഡിയായത്. ഞാനെല്ലാം ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. ശരി, എന്നാ ഞാനും റെഡി ആയിട്ട് വരാം. പെട്ടെന്ന് അവിടെ സ്റ്റേഷനെത്താൻ പോകുന്നു. അങ്ങനെയാ ഞാനും സൂര്യൻ തമ്മിൽ പരിചയപ്പെട്ടത്. ഞങ്ങൾ രണ്ടുപേരും എക്സാമിന് പോയപ്പോ അവിടെ ഏതോ രാഷ്ട്രീയക്കാരൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെല്ലാം ചേർന്ന് അവിടുത്തെ കടകളും വാഹനങ്ങളും എല്ലാം തല്ലിപ്പൊളിച്ചു. അത് കാരണം എക്സാം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുട്ടി വാ, എന്തെങ്കിലും വഴി നോക്കാം. വാ. സിംഗിൾ റൂമൊന്നുമില്ല, ഒരേ ഒരു ഡബിൾ റൂമേ ഉള്ളൂ, അത് മതിയോ? കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശരി, കൊടുക്ക്. ഇതിൽ അഡ്രസ് എഴുതിയിട്ട് 1000 രൂപ അഡ്വാൻസ് തന്നേക്ക്. 600 പോരെ? ഓളോ സാരമല്ല. ആ 1 സെക്കൻഡ്. നമ്മളൊന്ന് വിചാരിക്കും, ദൈവം വേറൊന്ന് വിചാരിക്കും. തൻ്റെ നാട് എവിടെയാടോ? മഞ്ചേരി. അവിടെ ഒന്നും ലോഡ്ജില്ലേ? എന്തിനാ ഇവിടെ വന്നെടുത്തേ? ശരി സ്റ്റേഷനിലേക്ക് പോകാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ. ഇതാര് ഭാര്യയാണോ? ഇല്ല സർ, എൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടിനോട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. നടക്കണം.
സാർ, നടക്കടാ അവിടെ. ഞാൻ പറയുന്നത് കേൾക്കൂ സാർ. ഒന്നും പറയണ്ട നീ. നടക്കടാ. സാർ, ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാ. പഠിക്കാൻ വേണ്ടിയാ? സാർ, ഞങ്ങൾ നിനക്ക് അവിടെ പഠിക്കാൻ വേണ്ടി വന്നതാ സാർ. നടക്കടാ. എന്തിനാ നിന്നെ അടിച്ചെന്ന് മനസ്സിലായോ? അവരെ അടിക്കാൻ പറ്റാത്തോണ്ടാ. ഫ്രഷ് ആണല്ലോ. ഈ തൊഴിലില് നീ പുതിയാണെന്ന് തോന്നല്ലോ. സാർ, ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി വന്നതാ. അപ്പ ഈ തൊഴിലിനൊക്കെ ഇപ്പൊ എക്സാം ഒക്കെ ഉണ്ടോടാ? സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ആഹാ, ഞാൻ തെറ്റിദ്ധരിക്കുകയാണെന്നല്ലേ? നീ എക്സാമിന് വന്നെന്ന് പറയും, ഞാനത് വിശ്വസിക്കണം. കാരണം മണിമണി പോലെ പറയടാ. ഒരു നിമിഷം സാർ. സാർ, ശരിക്കും ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി വന്നതാ. ഞങ്ങളെ വിശ്വസിക്കൂ സാർ. 1 സെക്കൻഡ് സാർ, ഇത് നോക്കൂ, ഹോൾ ടിക്കറ്റ്. എക്സാം എഴുതാൻ തന്നെയാണല്ലേ? അതെ സാർ. IAS. അതെ. എനിക്കിട്ട് പണി തരാൻ വന്നെന്ന് പറയടാ. ആ. ഇതുപോലത്തെ ഹോൾ ടിക്കറ്റ് നിനക്ക് എത്ര എണ്ണം വേണോടാ? തൂക്കി സെല്ലിടവനെ. എനിക്കറിയാം നീ അങ്ങനത്തെ ഒരു പെണ്ണൊന്നുമല്ലെന്ന്. നീ ചെറുതായിട്ടൊന്ന് കോപ്പറേറ്റ് ചെയ്താ നിന്നെ വിട്ടേക്കാം. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ നിന്നെ എക്സാം സെന്ററിൽ ഡ്രോപ്പ് ചെയ്യാം. പറ്റുന്നില്ലടി. ഫോട്ടോഗ്രാഫറോട് വരാൻ പറയടാ. ഇവളുമാരോടൊപ്പം ഇവളെയും ചേർത്ത് ഫോട്ടോ എടുക്കടാ. എന്നിട്ട് പത്രത്തില് പബ്ലിഷ് ചെയ്യണം. ഇവളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടണം. വ്യഭിചാര കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സൂര്യ, ജ്യോതി ഇരുവരെയും IAS എക്സാം എഴുതുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതിനാൽ അവർ രണ്ടുപേരെയും ഈ കോടതി നിരപരാധികളെന്ന് കണ്ട് വെറുതെ വിടും. അന്യായമായി അവരുടെ മേൽ കുറ്റം ചുമത്തിയും അവരെ തടങ്കലിൽ വെച്ച് മർദ്ദിച്ചതിനും ഈ വ്യക്തികളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചതിനും സർക്കിൾ ഇൻസ്പെക്ടർ കതിരവനെ സസ്പെൻഡ് ചെയ്യുവാൻ കോടതി ഉത്തരവിട്ടു.